പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ കൊടുക്കലും അതിൻ്റെ പത്രിക പിൻവലിക്കാനുള്ള ദിവസവും കഴിഞ്ഞു. ഇനി തിരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ സജീവമായി ഉണ്ടായിരുന്ന പലരും ഇന്ന് ഏത് പാർട്ടിക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്ന കാര്യം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും വിലയിരുത്താൻ സാധിക്കൂ എന്ന അവസ്ഥയിലാണുള്ളത്. എല്ലാവർക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു മെമ്പറായി നാടിനെ സേവിക്കണം എന്നാണ് ആഗ്രഹം. ഈ ആഗ്രഹക്കാർ എല്ലാ പഞ്ചായത്തുകളിലും വളരെ കൂടുതലായതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവരെ എല്ലാം കൂടി അക്കമഡേറ്റ് ചെയ്യുവാൻ സാധിക്കാതെ പോകുന്നു. സീറ്റ് ലഭിച്ചില്ലെങ്കിൽ അവർ നേരെ അതുവരെ കാര്യമായി വിമർശിച്ചിരുന്ന പല കുറ്റങ്ങളും പറഞ്ഞിരുന്ന പാർട്ടിയിൽ ചെന്ന് ചേരുന്നു. അങ്ങനെ ചെല്ലുന്നവരെ എതിർ പാർട്ടി സ്വാഗതം ചെയ്ത് സ്വീകരിക്കുന്നു, സ്ഥാനം നൽകുന്നു. അങ്ങനെ ഒരു ബഹളമാണ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും ഉണ്ടായതുകൊണ്ടല്ല, ഒരു വാർഡ് മെമ്പറായി ഈ പഞ്ചായത്തിനെ സേവിക്കണം, സൗകര്യപ്പെട്ടാൽ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റും ആകണം എന്ന ഒരു ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ. ഇത് ഒരു വലിയ ബഹളം ഇതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. പല റിബലുകളും ചെന്ന് ചേർന്നത് നേരെ എതിർദിശയിലാണ്. കണ്ണൂരിൽ ഒരു മുസ്ലിം ലീഗുകാരൻ ചെന്ന് ചേർന്നത് BJPയിലാണ്. പേര് ഉമറുൽ ഫാറൂഖ്. കുട്ടികൾക്ക് നല്ല പേരുകൾ ഇടണം എന്ന് പറഞ്ഞാൽ ദുരർത്ഥമുണ്ടാകുന്ന പേരുകളൊന്നും ഇടരുത് എന്ന ഒരു നിർദ്ദേശം പ്രവാചകൻ നൽകിയിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന അവറാന്മാരും പോക്കരുമാരും കുഞ്ഞവറാന്മാരും ഒന്നും ഇന്നില്ല. എല്ലാം നല്ല അർത്ഥസമ്പുഷ്ടമായ പേരിൻ്റെ ഉടമകളാണ്. അതിൽപ്പെട്ട ഒരു ഉമറുൽ ഫാറൂഖാണ് കണ്ണൂരിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മുസ്ലിങ്ങൾ എല്ലായിടത്തും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ചേരുന്നതിനും മത്സരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒരു പ്രയാസവും അനുഭവപ്പെടുന്നില്ല. RSSകാർ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലാത്തത് കൊണ്ട് ഇതുവരെ RSSൽ ആരും പോയി ചേർന്നതായി നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ BJPയിൽ ചേരുന്നവരും BJPയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നവരിൽ നല്ല മത പണ്ഡിതന്മാർ, തലപ്പാവുകാരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും നല്ല ഒരു ശതമാനം ആളുകൾ BJPയിലേക്ക് ചെന്ന് ചേരുന്നു. ഈ അടുത്ത ദിവസം ഒരു സുല്ലമി നേരത്തെ BJPയിൽ ചെന്ന് ചേർന്ന ആളാണ്. മുജാഹിദ് KNMൻ്റെ ഒരു സജീവ പ്രവർത്തകനും പ്രാസംഗികനുമായിരുന്നു. ആ സുല്ലമി ഇപ്പോൾ BJPയിൽ ചെന്ന് ചേർന്നിരിക്കുന്നു. ഇങ്ങനെ BJPയിൽ ചെന്ന് ചേരുന്ന മുസ്ലിങ്ങൾ ആദ്യമായി സ്വന്തം ശരീരത്തെയാണ് വിമർശിക്കുന്നത്. അവർ നേരത്തെ അവരുടെ മാതാപിതാക്കൾ അവരുടെ സുന്നത്ത് കർമ്മം നിർവഹിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ബാക്കി ഭാഗം വെച്ചുകൊണ്ട് ഇത്തരം ആളുകൾ വന്നിട്ട് മുറിയന്മാർ എന്നാണ് മറ്റുള്ളവരെ വിശേഷിപ്പിക്കുന്നത്. അപ്പോഴും തൻ്റെ ഇത് മുറിഞ്ഞതാണ് എന്ന കാര്യം ചിലർ വിസ്മരിച്ചു പോകുന്നുണ്ട്. ഒരു യുക്തിവാദി നേരത്തെ പറഞ്ഞിരുന്നു, എനിക്ക് ബോധമുണ്ടായിരുന്ന കാലത്താണെങ്കിൽ ഞാനതിനെ അനുവദിക്കുമായിരുന്നില്ല എന്ന്. അത്രമാത്രം മതവിരുദ്ധരായി ഇവർക്കൊക്കെ പെട്ടെന്ന് തന്നെ മാറാൻ കഴിയുന്നുണ്ട് എന്നത് ഒരു അത്ഭുതമായി ചിലർക്ക് തോന്നാം. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു അത്ഭുതവും ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവരിത് പറയുന്നതും പോകുന്നതും. ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രവൃത്തിയിലേക്ക് കടന്നു. തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്ത് ഒരു സ്വതന്ത്രനായി മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ സൗകര്യപ്പെട്ടാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാമല്ലോ എന്ന പ്രതീക്ഷ അവർക്കുണ്ടാകും. രാഷ്ട്രീയം എന്ന് പറയുന്നത് മരണപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും ലഭിക്കുവാൻ വേണ്ടിയുള്ളതല്ല പലർക്കും. അത് ജീവിച്ചിരിക്കുമ്പോൾ സ്ഥാനങ്ങളും മാനങ്ങളും സാമ്പത്തികവും ഒക്കെ ലഭിക്കാൻ വേണ്ടിയുള്ളതാണ്. രോഗവിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ ഒരു പ്രയാസവും അവരനുഭവപ്പെടുന്നുമില്ല.
ഇനി ഇത് കഴിഞ്ഞാൽ ഉടനെ വരാനിരിക്കുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. അവിടേക്ക് ഇനി കുറേ റിബലുമാരെയും സ്ഥാനാർത്ഥികളെയും കണ്ടെത്തുവാൻ രാഷ്ട്രീയ പാർട്ടികൾ വളരെ പ്രയാസപ്പെടും. റിബലുകളെ കണ്ടെത്തുവാൻ വലിയ പ്രയാസമുണ്ടാവുകയില്ല. ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാൻ പ്രയാസമുണ്ടാകും. റിബലുകൾ ഇപ്പോഴേ അതിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. നാട്ടിലെ എല്ലാവരും സേവനം ചെയ്യുന്നവരും എല്ലാവരും ഒരേപോലെയുള്ള ആളുകളുമായതുകൊണ്ടാണ് ഈ ബഹളങ്ങളൊക്കെ നടക്കുന്നത്. പല സ്ത്രീകൾക്ക് സംവരണം ഉണ്ടായപ്പോൾ പല സ്ത്രീകളെയും ആട്ടുന്നവനെ പിടിച്ച് നെയ്യുന്നവനാക്കുന്ന കോലത്തിൽ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുകയാണ്. സ്റ്റേജ് കാണാത്തവരും മൈക്ക് കാണാത്തവരും ഒക്കെ ഇതിലുണ്ട്. പിന്നെ അവരെ സ്ത്രീകളെ പുനരുദ്ധരിപ്പിക്കാൻ വേണ്ടി വന്ന നിയമമാണെങ്കിലും ഭർത്താവോ ചേട്ടനോ സഹോദരനോ പിന്നിൽ നിന്ന് പുഷ് ചെയ്തുകൊണ്ടാണ് അവരെ ഈ രംഗത്തേക്കെല്ലാം കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ മത്സരിക്കുന്ന വനിതാ സ്ഥാനാർത്ഥികൾക്ക് രാഷ്ട്രീയത്തിൻ്റെ ABCDയോ സേവനത്തിൻ്റെ രീതികളോ ഒന്നും അറിയുന്നവരല്ല. പക്ഷേ അവിടെ വനിതാ സംവരണ സീറ്റായാൽ പിന്നെ വനിത തന്നെ മത്സരിക്കണമല്ലോ. നേരത്തെ മുസ്ലിം ലീഗുകാർക്ക് സ്ത്രീകൾ മത്സരിക്കാൻ പാടില്ല, മുസ്ലിയാക്കന്മാർക്ക് സ്ത്രീകൾ മത്സരിക്കാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സുന്നി മുജാഹിദ് ജമാഅത്ത് ഭേദമില്ലാതെ തന്നെ സ്ത്രീകൾ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നുണ്ട്. പഞ്ചായത്ത് അത് ഒരു അവിഭാജ്യ ഘടകമായതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു സംവരണം ഇല്ലാത്തതുകൊണ്ട് ഒരു മുസ്ലിം ലീഗ് MLA ഉണ്ടാക്കുവാൻ ഇതുവരെ ആ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. ആളുകൾ വോട്ട് ചെയ്യുകയില്ല എന്നതാണ് അതിൻ്റെ പ്രശ്നം. സംവരണം കൊണ്ട് ഇത്തരം സ്ത്രീകൾക്ക് സ്ഥാനാർത്ഥിയാകാനും മത്സരിക്കാനും സാധിക്കൂ എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഏതായാലും തിരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ പാർട്ടികളും ഒരു സെൻസസ് അവരുടെ വക എടുക്കണം. ഞങ്ങളുടെ പാർട്ടിക്കാർ തിരഞ്ഞെടുപ്പിന് മുമ്പ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ആരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവരിൽ എത്ര ആളുകൾ ബാക്കിയുണ്ട്, പോയവരൊക്കെ ഏത് പാർട്ടിയിലാണ് ചെന്ന് ചേരുന്നത് എന്ന് ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്.